ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് മെൽബണിലുള്ള ബ്രിക് സിറ്റിയിലാണ്. ബ്രിക് സിറ്റിയിലെ സ്ട്രീറ്റിലുള്ള കാഴ്ചകൾ കണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങളെയും ഈ കാഴ്ചകൾ കാണാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. മനോഹരമായ വൃക്ഷങ്ങളെ കാണാൻ നിറയെ പൂക്കളാണ്. പൂക്കളാണോ പുതിയ ഇലകളാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ വളരെ ഭംഗിയുണ്ട്. ഇപ്പം വിൻ്റർ സീസൺ കഴിഞ്ഞ് ഏതാണ്ട് സമ്മർ സീസണിലേക്കുള്ള വഴിയിലാണ്. ഇത് പൂക്കൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ മനോഹരമാണ്. എന്തായാലും ഈ വഴിയെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എല്ലാം പുതുമയുള്ള കാഴ്ചകളാണ് എനിക്ക്. ഇപ്പോൾ ബ്രിക്സിൻ്റെ പല ഭാഗങ്ങളിൽ കൂടിയും ഞാൻ നടന്നു പോവുകയുണ്ടായി. പക്ഷേ ഇതുപോലൊരു കാഴ്ച ആദ്യമായിട്ട് കാണുകയാണ്. വളരെ ഭംഗിയുണ്ട്. നിരനിരയായ വൃക്ഷങ്ങളിവിടെ കാണാം, നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്ര ഭംഗിയിൽ ഇവിടെ ലൈനായിട്ട് കാണപ്പെടുന്നത്. ഈ വീട് വിൽപ്പനയ്ക്കാണ്. ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നു. ഹർദീപ് സിംഗ് എന്ന പേരിലുണ്ട്. ഹർദീപ് സിംഗ് ആണ് എൻ്റെ ഓണർ. അദ്ദേഹം ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ ഒരു നോട്ടീസ് ബോർഡാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ വീടിൻ്റെ മുമ്പിലും ഒരു ഗാർഡനുണ്ട്. മനോഹരമായ ഗാർഡനാണ്. ചെറുതെങ്കിലും വളരെ മനോഹരമായ ഗാർഡനുകളാണ് എല്ലാ വീടിൻ്റെ മുൻപിലുള്ളത്. ഇവിടുത്തെ കൗൺസിൽ നിബന്ധന വെച്ചിട്ടുണ്ട്. എല്ലാ വീടിൻ്റെ മുമ്പിൽ അവർ പറഞ്ഞ പോലെയുള്ള ഗാർഡനുകൾ നമ്മൾ വെച്ച് പിടിപ്പിക്കേണ്ടതാണ്. അത് നിയമമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ അനുസരിക്കുന്നു. അതനുസരിച്ച് എല്ലാ വീടുകളുടെയും മുമ്പിൽ ഗാർഡനുണ്ട്. ഇതൊക്കെ ഈ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലാണ്. അവരാണ് ഇത് നൽകുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. ഒരു കാക്കയെ കണ്ടോ? ഒരു കാക്ക നമ്മുടെ പ്രദേശത്തുള്ള കാക്ക പോലെ തന്നെയാണ്. പക്ഷേ അവിടെ വെളുത്ത പുള്ളികൾ അതിനുണ്ട്. ഇവിടെ കാക്കേ, ഇതിനെ കണ്ടിട്ട് ഒത്തിരി ആളായല്ലോ. നാട്ടിൽ നിന്ന് കണ്ടതാണ്, പിന്നെ ഇപ്പോഴാണ് കാണാൻ സാധിക്കുന്നത്. വളരെ രസാവഹമായ ഒരു സ്ഥലത്തുകൂടിയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. വളരെ മനോഹരമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.